വെള്ളിക്കാശിനു വേണ്ടി മണ്ഡലം സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തൊരു നേതൃത്വം മുസ്ലിം ലീഗിൻ പ്രതിഷേധം 30 വെള്ളിക്കാശിന് വേണ്ടി പാർട്ടിയെ നാട്ടിൽ നാട്ടിച്ചിട്ട് ലീഗിനെ ഒറ്റ കൊടുത്തിട്ട് യുവദാസിന്റെ പണി ചെയ്ത പാറക്കല്ലിന് മാപ്പില്ല മുസ്ലിം ലീഗിൻ ജനാധിപത്യം സലാമെന്നൊരു സെക്രട്ടറി സലാമെന്നൊരു മൂരാച്ചി പ്രമാണിക്ക് മുസ്ലിം ലീഗിനെ തീരെഴുതിയ പാറക്കല്ലിന് മാപ്പില്ല സലാമിനെ മാപ്പില്ല പാറക്കല്ലേ യുദാസേ തങ്ങൾക്കായി ഏർപ്പെടുക തങ്ങൾക്കായി തെരുവിലിറങ്ങിയ തങ്ങൾ ജയിക്കാൻ ഉറച്ചൊഴിച്ച കാര്യലാഭത്തിന് വേണ്ടി ഇറങ്ങി നടക്കുന്നതല്ല. മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ ഈ വാളം പഞ്ചായത്തിൽ മാറോട് ചേർത്ത് പിടിച്ച് ഈ ഹരിത പതാക വാളിൽ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി തങ്ങളുടെ പിതാമഹന്മാർ കാണിച്ചു തന്ന പാതയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് അവർ പഠിപ്പിച്ച വിശ്വാസവും അവർ പഠിപ്പിച്ച മുസ്ലിം ലീഗിന്റെ ഭരണഘടനയും തത്വങ്ങളും ആദർശങ്ങളും ഒക്കെ മുറുകെ പിടിച്ച് ഈ പ്രസ്ഥാനത്തെ തലമുറ കൈമാറി ഇനി വരുന്ന തലമുറകൾക്ക് കൈമാറുന്നതിന് വേണ്ടി പതാകവാഹകരായിട്ടുള്ള ഒട്ടനവധി പ്രവർത്തകന്മാരാണ് ഇവിടെ തടിച്ചു കൂട്ടിയിട്ടുള്ളത്. ഇതാരും വലിയ ഒരാൾക്കൂട്ടത്തെ സംഘടിപ്പിച്ചതല്ല, മറിച്ച് സംസ്ഥാന മുസ്ലിം ലീഗിന്റെ ചില ആളുകൾ വളം പഞ്ചായത്തിലെ ചില കങ്കാണിമാർക്ക് വേണ്ടി, ചില പ്രമാണിമാർക്ക് വേണ്ടി അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി വളം പഞ്ചായത്തിലെ മുസ്ലിം ലീഗിന്റെ സാധുക്കളായ പാവങ്ങളായ പ്രവർത്തകന്മാരെ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നതിന് നിഷ്ഠൂരമായ കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ക്രിക്കറ്റിൽ വിക്കറ്റ് വീഴുന്നത് പോലെ മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട മുഴുവൻ പ്രവർത്തകന്മാരെയും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയാണ്. ആരാണ് സസ്പെൻഡ് ചെയ്യുന്നത്? തകർക്കുന്നതിന് വേണ്ടി നേതൃത്വം ഉണ്ടാക്കി സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം പ്രചരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെയും ഹൈദർ അലി ശിഹാബ് തങ്ങളെയും തെറിവിളിച്ചുകൊണ്ട് ഈ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് മുസ്ലിം ലീഗിനെ തകർക്കാൻ കഴിയില്ല. മുസ്ലിം ലീഗ് ജനഹൃദയത്തിൽ അടിയുറച്ചു നിൽക്കുന്ന പ്രസ്ഥാനമാണ് എന്ന് മനസ്സിലാക്കിയ TMA സലാം പുതിയ അടവുമായി മുന്നോട്ട് വന്നിരിക്കുന്നു. മുസ്ലിം ലീഗിന്റെ അകത്ത് കയറി നിന്നുകൊണ്ട്
ആ പ്രസ്ഥാനത്തെ എങ്ങനെ തകർക്കാമെന്നുള്ള പുതിയ തന്ത്രമാണ് സലാം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അദ്ദേഹം എന്തൊക്കെ പരിപാടികളെ സ്വീകരിക്കുന്നത്. കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ ശക്തി എന്ന് പറയുന്നത് കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ സ്നേഹിക്കുന്ന അനുയായി വൃത്തമാണ്. പക്ഷേ പ്രത്യേകിച്ച് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയുന്ന ഈ വിഭാഗം സുന്നിയിലുള്ള ആളുകളാണ് നമ്മുടെ ഇവിടെ കൂടിയിരിക്കുന്നത്. 90% കുറച്ചാളുകൾ മറ്റു മുജാഹിദ് അടക്കമുള്ള പ്രസ്ഥാനത്തിലെ ആളുകളുമുണ്ട്. പക്ഷെ മുസ്ലിം ലീഗിന്റെ ശക്തി എന്ന് പറയുന്നത് ഈ സുന്നത്ത് ജമാഅത്താണ്. സുന്നത്ത് ജമാഅത്തിനെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് മഹാരാജ ജിഫ്രി തങ്ങളെ തെറി പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിന്റെ അക്കൗണ്ടിലേക്ക് സുന്നി വിരുദ്ധത കടത്തിവിട്ടുകൊണ്ട് മുസ്ലിം ലീഗിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഗൂഢപദ്ധതിക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ഇസ്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞ സുന്നി വിഭാഗം മുസ്ലിം ലീഗിനെതിരായ പടയൊരുക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു. പല സ്ഥലത്തും കേരളത്തിലെ പല ഭാഗങ്ങളിലും സുന്നി ഐക്യയോഗം സംഘടിപ്പിക്കുന്ന എന്താ പ്രശ്നം? അവർക്ക് നമ്മളോട് പ്രതിഷേധം. മുസ്ലിം ലീഗ് സമുദായത്തിലെ മുഴുവൻ മതസംഘടനകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് രാജ്യത്തെ മതേതര സ്വഭാവം നിലനിർത്തുന്നതിന് വേണ്ടി മതങ്ങൾ തമ്മിലുള്ള ഐക്യം, മതേതര സമൂഹത്തിന് വേണ്ടിയുള്ള ഐക്യം, രണ്ട് ഐക്യവും ഉണ്ടാക്കിക്കൊണ്ട് രാജ്യത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളും ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗിനെ തകർക്കാനുള്ള ശ്രമങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെയുള്ള പ്രതിഷേധമാണ് നാം രേഖപ്പെടുത്തുന്നത്. നമ്മളെന്ത് തെറ്റാണ്